ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ജോസ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൻ്റെ ഒരു അനാലിസിസ് വീഡിയോയിലേക്കാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ പല കോളേജസിലും ചെറിയ ചെറിയ ചേഞ്ചസുകളാണ് വന്നിട്ടുള്ളൂ. ഒരുപാട് വലിയ ചേഞ്ചസുകളൊന്നും തന്നെ വന്നിട്ടില്ല കമ്പയറിങ് വിത്ത് ലാസ്റ്റ് അലോട്ട്മെൻറ്റ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ NIT കാലിക്കറ്റ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ റാങ്ക് 271, OBC 133, EWS 595, SC 289, ST 415, NIT ട്രിച്ചി 404, 311, 102, 50, 41, NIT കുരുക്ഷേത്ര 1418, 756, 450, 337, 195. ഇതൊക്കെയാണ് അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴും ഇഗ്നൈറ്റിൽ നിന്ന് ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൻ്റെ അനാലിസിസ് ചെയ്യുന്നത് ഈ റാങ്കുകളുടെ അടുത്തുള്ള റാങ്കുകളൊക്കെ കിട്ടിയിട്ട് കുട്ടികൾക്ക് വരുന്ന അലോട്ട്മെൻറ്റിൽ ചാൻസസ് ഉണ്ടോ, ഇനിയിപ്പോൾ ജോസ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് CSAB അലോട്ട്മെൻറ്റ് വരുമ്പോഴും നിങ്ങൾക്ക് ഒരു ചാൻസസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇനി SPSയിലേക്ക് വരികയാണെങ്കിൽ SPA ഡൽഹിയിൽ ഓപ്പൺ കാറ്റഗറിയിൽ 205 ആണ് ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. OBC കാറ്റഗറിയിൽ 261, EWS കാറ്റഗറിയിൽ 207, SCയിൽ 158, ST 37, SPA ഭോപ്പാൽ 543, OBC 467, EWS 323, SC 247, ST 100, SPA വിജയവാഡ 678, OBC 413, EWS 383, SC 258, ST 99. അപ്പം അങ്ങനെയാണ് SPSൻ്റെ ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. കൂടുതൽ കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് SPA ആണ് കമ്പയറിങ് വിത്ത് NITs എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ചില NITസിൻ്റെ ലാസ്റ്റ് റാങ്കിലേക്ക് NIT കാലിക്കറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് SPA ഭോപ്പാലിനേക്കാളും SPA വിജയവാഡിനേക്കാളും ടൈറ്റാണ് എന്നും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി അടുത്ത കോളേജസ് വരുമ്പോൾ NIT റൂർക്കേലയിലേക്ക് വരുമ്പോൾ ഓപ്പൺ കാറ്റഗറി 439, OBC 236, EWS 147, SC 91, ST 46, IIST ഷിബിൽപൂരിൽ ഓപ്പൺ 1105, OBC 507, SC 259, ST 93, മിസോറാം ഐസ്വാൾ യൂണിവേഴ്സിറ്റിയിൽ ഓപ്പൺ കാറ്റഗറിയിൽ 1316, EWSയിൽ 430, SCയിൽ 314, STയിൽ 145. ഇതാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കിട്ടിയിട്ടില്ല, കിട്ടാൻ സാധ്യത കുറവാണ് എങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഓൾറെഡി റിപ്പീറ്റേഴ്സ് ബാച്ച് ഇഗ്നൈറ്റിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഗ്നൈറ്റുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നമ്മളവിടുത്തെ കുട്ടികളെ മാക്സിമം നമ്മൾ NITs SPSയിലേക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് കോച്ചിങ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ടോപ്പ് കോളേജിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇഗ്നൈറ്റിൻ്റെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി VNIT നാഗ്പൂർ വരുമ്പോൾ ഓപ്പൺ കാറ്റഗറി 803, OBC 427, EWS 349, SC 285, ST 143, NIT പാട്നയിൽ വരുമ്പോൾ 1106, OBC 586, EWS 357, SC 203, ST 159, NIT റായ്പൂർ ഓപ്പൺ കാറ്റഗറി 1111, OBC 575, EWS 218, SC 310, ST 142. ഇങ്ങനെയാണ് ലാസ്റ്റ് റാങ്കുമായിട്ട് വരുന്നത്. അപ്പോൾ ഇഗ്നൈറ്റിലെ കുട്ടികൾക്ക് ഇപ്പോൾ NIT പട്നയിലടക്കം NIT റായ്പൂരൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇത്തവണ. ശ്രീ മാതാ വൈഷ്ണോദേവി യൂണിവേഴ്സിറ്റിയിൽ ഓപ്പൺ കാറ്റഗറിയിൽ 1274, OBC 614, EWS 288, SCയിൽ 321, ST 170 എന്ന രീതിയിലാണ് ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മെർസയിൽ ഓപ്പൺ കാറ്റഗറിയിൽ 981, OBC 595, EWS 424, SC 316, ST 131 എന്നിങ്ങനെയാണ് ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇനി നമ്മുടെ സ്ലൈഡ്സിലെ ലാസ്റ്റ് സ്ലൈഡിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്ലൈഡ്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കോളേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MNIT ജയ്പൂർ 842 ആണ് ഓപ്പൺ കാറ്റഗറി, OBC 650, EWS 392, SC 321, ST 78, MNIT ഭോപ്പാൽ 1250 ഓപ്പൺ കാറ്റഗറി, OBC 735, EWS 417, SC 378, ST 192, NIT ഹമീർപൂർ 1268 ആണ് ഓപ്പൺ കാറ്റഗറി, OBC 739, EWS 523, SC 286, ST 161. ഓക്കെ.